നമസ്കാരം, BTVയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശിക്കടുത്തുള്ള സുന്ദരപാണ്ഡ്യപുരത്ത്. സൂര്യകാന്തികളും മറ്റു മനോഹരമായ പൂക്കളും നിറഞ്ഞ നാട്. മൂന്നേകാല ഏക്കർ സ്ഥലത്ത് 6 മാസ കാലയളവിലാണ് സൂര്യകാന്തി പൂ കൃഷി വിളവെടുപ്പ് നടത്തുന്നത്. തങ്കത്തുറൈ ഇവരുടെ ഊര് സുന്ദരപാണ്ഡ്യപുരം. ഇവരുടെ വിത്ത് 129. ഇത് വിളവെടുക്കുന്നത് എപ്പോഴാണ്? 2 മാസത്തിൽ 2 മാസത്തിനുള്ളിൽ വിളവെടുക്കും. വിത്ത് എടുത്താവും. முகத்தில் இருந்ததோட கொரோனாவுக்கு ரொம்ப போடல, அந்த பயிர் பார்க்கல. இப்போ தானே வெள்ளமும் கொஞ்சம் கம்மி. ஆமாம், இது ஃபஸ்ட் டைம். இதுக்கு முன்னாடி நெல் வித்து. இவிட எல்லோரும் அதிகமாக பயிர்ந்தாங்கன்னா ரேட்டு கம்மியாக இருக்கும். கொஞ்சம் கம்மியாக இது பண்ணியிருந்தா ஓரளவு லாபம் இருக்கும். நம்ம கட் பண்ணி மிஷினில் இது பண்ணி வியாபாரி எடுத்துகிட்டு போயிடுவோம். ഈ തോട്ടത്തിൽ മുമ്പ് നെല്ല്, ഉള്ളി, തിന തുടങ്ങിയവയെല്ലാമായിരുന്നു കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ സൂര്യകാന്തി പൂക്കളാണ്. പക്ഷേ വളരെ കുറച്ച് സൂര്യകാന്തി കൃഷി മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അതിനുള്ള സുപ്രധാന കാരണം കോവിഡ് മഹാമാരി തന്നെയാണ്. ഒട്ടനവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ പ്രദേശം സൂര്യകാന്തി പൂക്കളുടെ പാടത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും മറുവശം നോക്കുകയാണെങ്കിൽ കർഷകർക്കത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു ദേശത്തെ തന്നെ സുന്ദരമാക്കുകയും നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്തിരുന്ന സുന്ദരപാണ്ഡ്യപുരത്തിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് എത്തുവാൻ സൂര്യകാന്തി പാടങ്ങൾ ഇനിയും പൂത്തുലയട്ടെ. ക്യാമറമാൻ പ്രവീൺ ഏണിക്കരയ്ക്കൊപ്പം മേഘ GS, BTV കേരള.